ആഗമം മീഡിയയുടെ ചരിത്രം സംസാരിക്കുന്നു എന്ന എപ്പിസോഡിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് സ്വാഗതം. ഇന്ന് TG മോഹൻദാസ് എന്ന വ്യക്തിയുടെ പ്രസ്താവനയെക്കുറിച്ചാണ് വിശകലനം ചെയ്യുന്നത്. വെള്ളാപ്പള്ളിയേക്കാൾ കടുത്ത വർഗീയവാദമാണ് TG മോഹൻദാസ് ക്രൈസ്തവർക്കെതിരെ ഉന്നയിക്കുന്നത്. വെള്ളാപ്പള്ളി മുസ്ലിങ്ങൾക്കെതിരെയാണെങ്കിൽ ഇദ്ദേഹം ക്രൈസ്തവരെയും മുസ്ലിങ്ങളെയും ഒരുപോലെ ആക്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. അടുത്തിടെ ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ മനുഷ്യക്കടത്ത് നടത്തിയെന്നും മതപരിവർത്തനം നടത്തിയെന്നും ആരോപിച്ച് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ട് താമസിപ്പിക്കുകയുണ്ടായി. അവർക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ വിചിത്രമാണ്. മനുഷ്യക്കടത്ത് നടത്തിയത്രേ. അതിന്റെ സാധുതയെക്കുറിച്ച് നാം അന്വേഷിച്ചാൽ വളരെ രസകരമായ ഒരു തീരുമാനത്തിൽ എത്തിച്ചേരാൻ കഴിയും. അദ്ദേഹം ഒരു വക്കീലാണല്ലോ. വക്കീലിന്റെ കൂർമ്മബുദ്ധി ഉപയോഗിച്ചെങ്കിലും സാമാന്യ പരിജ്ഞാനമുണ്ടെങ്കിൽ ഇത്തരം വിഷലിപ്തമായ വാക്കുകൾ കന്യാസ്ത്രീകൾക്കെതിരെ പറയാമോ? ഛത്തീസ്ഗഡിലെ ആദിവാസികളെയാണ് ഈ കന്യാസ്ത്രീകൾ കൊണ്ടുപോയത്. അവർ മതപരിവർത്തനം നടത്തിയെന്നാണ് ആരോപിച്ചിരിക്കുന്നത്. അവരേത് മതത്തിൽ നിന്നാ പരിവർത്തനം ചെയ്തിരിക്കുന്നത്? അവരെവിടുത്തെ ഹിന്ദുക്കളാ? മോഹൻദാസിന് ഹിന്ദുക്കൾ ആരാണെന്ന് അറിയാൻ പാടില്ലേ? 18ാം നൂറ്റാണ്ടിന് മുമ്പ് ഹിന്ദുമതം ഉണ്ടായിരുന്നില്ല. ചരിത്രപരമായിട്ട് ഒരു മനുഷ്യനും സ്ഥാപിക്കാനാവില്ല. ബ്രിട്ടീഷുകാരുടെ ആഗമനത്തിന് ശേഷമാ ഹിന്ദു മതം എന്ന ഒരു മതത്തിന്റെ ആവിർഭാവം ഉണ്ടായതെന്ന് പറയാം. ഹിന്ദു മതം ഈ ഇവിടെയുള്ള ഹിന്ദുത്വക്കാരുടെ സവർണരുടെ സൃഷ്ടിയാണ്. ഇവിടത്തെ 85% വരുന്ന പിന്നോക്ക ജനതകൾ ഒരു കാലത്ത് ഹിന്ദുക്കളായിരുന്നില്ല. ഹിന്ദുക്കൾ എന്ന് പറയണമെങ്കിൽ ബ്രാഹ്മണ മതവുമായി ബന്ധപ്പെട്ടവരായിരിക്കണം. ഇവിടെ നമുക്കറിയാം, വാസ്തവത്തിൽ ബ്രാഹ്മണ മതം ഉണ്ടായിരുന്നു, ശൈവമതം ഉണ്ടായിരുന്നു, ജൈനമതം ഉണ്ടായിരുന്നു, ബുദ്ധമതം ഉണ്ടായിരുന്നു, ഒപ്പം വൈഷ്ണവ മതവും ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള മതം ഇവിടെ പ്രചാരത്തിലുണ്ടായിരുന്നു. ജൈനമതവും ബുദ്ധമതവും ഇന്ത്യയിൽ ആവിർഭവിച്ചതാ. പക്ഷെ ബ്രാഹ്മണ മതം വൈദേശികമാണ്. ബ്രാഹ്മണർ ഇവിടെ കൊണ്ടുവന്ന മതമാണ്. അവരിവിടെ വന്നിട്ട് തദ്ദേശീയരെ ഒരു കാരണവശാലും അവരുടെ മതത്തിൽ ചേർത്തിട്ടില്ല. തദ്ദേശീയ വിശേഷവിധിയായി ഇവിടത്തെ ദലിതർക്ക് ഇവിടത്തെ ഹിന്ദു മതവുമായിട്ട് ബ്രാഹ്മണരുടെ മതമായിട്ട് യാതൊരു ബന്ധവുമില്ല. അവരുടെ ദൈവങ്ങളെ ആരാധിക്കപ്പെട്ടിരുന്നില്ല, അവരുടെ അമ്പലത്തിൽ പോകുമായിരുന്നില്ല, അവരുടെ തിരുവെഴുത്തുകൾ ഇവർ വായിച്ചിരുന്നില്ല. അവരുമായിട്ട് ഒരു സമ്പർക്കവും ഉണ്ടായിരുന്ന ഒരു ജനതയല്ല ഇവിടത്തെ മഹാഭൂരിപക്ഷം ആളുകളും. പിന്നെ അവരെ എങ്ങനെ ഹിന്ദുക്കൾ എന്ന് പറയാൻ കഴിയുന്നത്? ഏത് മതത്തിൽ നിന്ന് അവരെ പരിവർത്തനം ചെയ്തത്? വിശേഷിച്ച് ആദിവാസികൾ അവരുടെ കുലദൈവങ്ങളെ ആരാധിച്ചു വന്നവരാണ്, പ്രകൃതി ദേവതകളെ ആരാധിച്ചു വന്നവരാണ്. അപ്പോ ഈ മതങ്ങളെ കുറിച്ചുള്ള പഠനം പോലും ഇല്ലാത്ത ഇദ്ദേഹം ഇങ്ങനെ ഇരുന്നുകൊണ്ട് ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും അധിക്ഷേപിക്കാൻ ശ്രമിക്കുന്നതും അവർ മതപരിവർത്തനം നടത്തുകയാണെന്ന് ആക്ഷേപിക്കുന്നതും ശുദ്ധ വിവരക്കേടാണ്. നമ്മുടെ ആദിവാസികളുടെ കാര്യമെടുക്കാം. ആദിവാസികൾ ക്രിസ്ത്യാനികളായാലും അവർക്ക് ഗവൺമെന്റിന്റെ ആനുകൂല്യം നഷ്ടപ്പെടുന്നില്ല. ഭരണഘടനാപരമായിട്ട് അവർക്ക് എല്ലാ ആനുകൂല്യം ലഭിക്കുന്നു. അപ്പൊ ഇവരെന്തിനാണ് ഇവരെ ഹിന്ദുമതത്തിലേക്ക് ചേർക്കാൻ ശ്രമിക്കുന്നത്? ഹിന്ദുമതത്തിന്റെ വക്താക്കളായി തീരാൻ ശ്രമിക്കുന്നത്?
അവരെങ്ങനെ ഹിന്ദുക്കളാകും? ഇവിടെ കാർ വാപസി നടത്തിക്കൊണ്ടിരുന്നവർ ബജ്രംഗദളും RSSും ഒക്കെയാണ്. കാർ വാപസി എന്ന് പറഞ്ഞാൽ മടങ്ങിപ്പോകുക അവരുടെ മതത്തിലേക്ക്. ഏത് മതത്തിലേക്ക്? ഇവിടെ ഒരു ക്രിസ്ത്യാനി ഹിന്ദു ആണെന്ന് നിങ്ങൾ ഈ പറയുന്ന ഹിന്ദു മതത്തിൽ പെടുകയാണെങ്കിൽ ഹിന്ദു മതത്തിലായി തീരുമോ? ഏതെങ്കിലും ജാതിയിലായി തീരുമോ? ഇതൊരു ജാതിക്കൂട്ടങ്ങളാണ്, ഒരു മതമല്ല. അതേസമയം ഒരു വ്യക്തി ഹിന്ദു എന്ന് പറയുന്നയാള് ഒരു മുസ്ലിമോ ക്രിസ്ത്യാനിയാണെങ്കിൽ ആ ക്രിസ്ത്യാനി എന്ന പേര് ആളിന് ലഭിക്കുന്നു, മുസ്ലിം എന്ന പേര് ആളിന് ലഭിക്കുന്നു. മറിച്ചാണ് ഇവിടുത്തെ ഹിന്ദുക്കൾ എന്ന് അവകാശപ്പെടുന്നവരുടെ അവസ്ഥ. ജാതിക്കൂട്ടങ്ങൾ, ഈ സവർണർ, നായർ തുടങ്ങിയ ആളുകൾ, അവരിവിടെ അധസ്ഥിതരെ പീഡിപ്പിക്കുന്നവരായിരുന്നു. അവരുടെ ഭാവം ഇനിയും അവർക്ക് ഇവിടുത്തെ അധസ്ഥിതരെ പീഡിപ്പിക്കാമെന്നാണ്. നടക്കാൻ പോകുന്നില്ല, ഒരു കാലത്ത് അനുവദിക്കുകയില്ല. ഇവിടെ നായര് വളരെ ന്യൂനപക്ഷമാണ്, 8% പോലുമില്ല. നായന്മാരുടെ തന്നെ 108ഓളം ജാതികളുണ്ടെന്ന് വിദഗ്ധന്മാർ പറയുന്നു. ജാതി, ഉപജാതിയുടെ വീണ്ടും ജാതി, അവർ തമ്മിൽ തൊട്ടുകൂടായ്മ ഉണ്ട്. അന്യോന്യം ഭക്ഷണം കഴിക്കാത്തവരുണ്ട്, വിവാഹം കഴിക്കാത്തവരുണ്ട്. ഇവരെല്ലാം ചേർന്ന് നായർക്കൂട്ടമുണ്ടൂടെ, ഒരു ജാതിയില്ല. ഇവർ നിങ്ങൾ ഹിന്ദുക്കളാണെന്ന് അവകാശപ്പെടുകയാണെങ്കിൽ ഈ NSSൽപ്പെട്ട ആ സമൂഹത്തിൽ മറ്റേതെങ്കിലും ജാതിക്കാരെ ഉൾപ്പെടുത്തുമോ? അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നായരല്ലാത്തൊരാളെ ചേർക്കുമോ? അപ്പൊ ഇവിടെ ജാതിക്കൂട്ടങ്ങളാണ്, അല്ലാതെ മതമല്ല. മതത്തിന്റെ പേരും പറഞ്ഞ് മറ്റുള്ളവരെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടമാണിത്. ഈ പറയുന്ന മതസ്ഥരുടെ ഇടയിൽ നടക്കുന്ന അനേക വിഭാഗമുണ്ട്, പ്രശ്നങ്ങളുണ്ട്. ഈ സന്യാസി കൂട്ടങ്ങൾ ചെയ്യുന്ന കാര്യം, ഇപ്പൊ ധർമ്മസ്ഥല എന്നൊരു കർണാടകയിൽ നടക്കുന്ന സംഭവവികാസങ്ങളെ കുറിച്ച് കേട്ടിട്ടില്ലേ? 100 കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ട സംഭവം 10-40 വർഷമായി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഒട്ടേറെ സന്യാസികൾ താമസിക്കുന്ന ഇടങ്ങളിൽ എത്രയോ പീഡനങ്ങൾ നടക്കുന്നു, മാലോകരറിയാത്ത പീഡനങ്ങൾ. ഇതൊക്കെ മതത്തിന്റെ തണലിൽ നടക്കുന്നതാ. അതിനെക്കുറിച്ചൊന്നും പറയാൻ TG മോഹൻദാസിനില്ല. 2 പെൺകുട്ടികളെയും കൊണ്ടുപോയപ്പോൾ അവരുടെ മാതാപിതാക്കന്മാരുടെ സമ്മതത്തോടുകൂടെ സമ്മതപത്രവുമായിട്ടാണ് പോയെന്ന് ഓർക്കണം. ആ കാര്യം അവരുടെ മാതാപിതാക്കന്മാർ സ്ഥിരീകരിച്ച കാര്യമാണ്. എന്നിട്ട് അതിനെ മനുഷ്യക്കടത്താണെന്ന്, മതപരിവർത്തനമാണെന്നും പറഞ്ഞുകൊണ്ട് TG മോഹൻദാസ് വർഗീയ വിഷം തുപ്പുകയാണ്. ഈ വർഗീയ വിഷം കേരളത്തിൽ വിലപ്പോവുകയില്ല. ഇവിടുത്തെ അധസ്ഥിതരെ നിങ്ങളുടെ വർഗീയ ഭ്രാന്ത് കൊണ്ട് നിങ്ങൾ സവർണരാണെന്ന ഭാവത്തിൽ ഒതുക്കാമെന്ന ചിന്ത നടക്കാൻ പോകുന്നില്ല. ഇപ്പോൾ സവർണ ഒരു കാലത്ത് ഇവിടെ അധീശന്മാരായി ആധിപത്യം ഉറപ്പിച്ച് പാവപ്പെട്ടവരെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നതാ. RSS കരുതുന്നുണ്ടാവാം എക്കാലം ഇത് തുടരാൻ കഴിയുമെന്ന്. ഇത് അധികം നാൾ തുടരുകയില്ല, അത് നിങ്ങളുടെ നാശത്തിൽ കലാശിക്കും. ഇവിടുത്തെ RSSനെ പ്രതിദാനം ചെയ്യുന്നവര് വലിയ സ്ഥാപനങ്ങളുടെ ഉടമയാണ്, സംഘടനയുടെ ഉടമയാണ്. എന്നാൽ അധസ്ഥിതർക്ക് കാര്യമായി ഒന്നും നഷ്ടപ്പെടാനില്ലെന്ന് ഓർക്കണം. നിങ്ങള് പാവപ്പെട്ടവരെ പീഡിപ്പിക്കാൻ നോക്കരുത്. വെള്ളാപ്പള്ളി 85 വയസ്സ് കഴിഞ്ഞു, നിങ്ങൾക്ക് 10-75 വയസ്സോളം തോന്നുന്നു. സംസാരം തന്നെ വയസ്സിന്റെ ലക്ഷണങ്ങൾ കാണുന്നുണ്ട്. ഈ വയസ്സുകാലത്തെങ്കിലും അടങ്ങി ഒതുങ്ങി ജാതി ഭ്രാന്ത് വിളമ്പാതെ ഛർദ്ദിക്കാതെ സമാധാനത്തോടെ ജീവിക്കാൻ ശ്രമിക്കുകയല്ലേ വേണ്ടത്. മറ്റുള്ളവരെ അധീശരിലാക്കാമെന്നും അവരുടെ മേൽ ആധിപത്യം ഉറപ്പിക്കാമെന്ന് കരുതുന്ന TG മോഹൻദാസ് അത് വിലപ്പോവുകയില്ല എന്ന് നിങ്ങളോട് വ്യക്തിപരമായിട്ട് അസന്നിഗ്ധമായി പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ആഗമം മീഡിയയുടെ സംരംഭങ്ങളെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്തവർ തുടർന്നും അത് ചെയ്യണം.
ഇത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തി പ്രോത്സാഹിപ്പിക്കുക. ദൈവത്തിന്റെ സഹായവും സാന്നിധ്യവും മാന്യ കേൾവിക്കാർക്ക് ഉണ്ടാകുമാറാകട്ടെ.